കഴിഞ്ഞ ദിവസം എൻ്റെ പെങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ മാസത്തെ പ്രാർത്ഥന അവരുടെ വീട്ടിൽ വെച്ചാണ്, അപ്പോൾ ബൈബിൾ വെക്കാനൊരു സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. സ്റ്റാൻഡ് ഒരെണ്ണം വീട്ടിലുണ്ട്, പക്ഷേ അത് ബൈബിൾ തുറന്നു വെക്കാൻ പറ്റത്തില്ല. തുറന്നു വെക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സിമ്പിളായിട്ടൊരു സ്റ്റാൻഡ് ചെയ്തു കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഞാനും സിമ്പിളായിട്ട് തന്നെ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് പെട്ടെന്ന് തോന്നി എന്നാൽ ഒരു കൈയുടെ ഷേപ്പിൽ ചെയ്താലോ എന്ന് തോന്നി. അപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ ഓർത്തൊന്ന് ആ വീഡിയോ എടുത്ത് വെച്ച് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചപ്പോൾ ഷോർട്സായിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. 1 മിനിറ്റിൽ താഴെ കാണുള്ളൂ, പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഐറ്റമാണെന്ന് വിചാരിച്ചാണ് ചെയ്തു തുടങ്ങിയത്. പക്ഷേ ചെയ്തു വന്നപ്പോൾ 1 മിനിറ്റിൽ കൂടുതൽ വന്നു. അതാണ് വീഡിയോ ആയിട്ട് അപ്ലോഡ്. അപ്പോൾ ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ഈ 2 സൈഡും ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. വീഡിയോ ആയിട്ട് ഇടാനായിട്ട് ഉദ്ദേശമില്ലായിരുന്നു, ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നമ്മളത് ആ പടം തടിയിലേക്ക് വെച്ച് കൈയുടെ ഷേപ്പിൽ വരച്ചെടുക്കുകയാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് കട്ട് ചെയ്ത് ആ കൈയുടെ ഷേപ്പിലേക്ക് നമ്മൾ തടി കട്ട് ചെയ്തെടുത്തു. ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് ആ ഷേപ്പിലാക്കി എടുക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നി ചുമ്മാ പരന്നിരുന്ന ഒരു ഭംഗിയില്ല, എന്നാൽ പിന്നെ കയ്യിലെ ആ രേഖകൾ കൂടി ഒന്ന് വരയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്ത മെഷീൻ എടുത്ത് ആ രേഖയും വരച്ച് തുടങ്ങി, കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. കണ്ടോളൂ, ഇതാണ് ആ രേഖ, എൻ്റെ കയ്യിലുള്ള രേഖ. അങ്ങനെ ഹസ്തരേഖയൊക്കെ പൂർത്തിയാക്കി. ഇനി ബൈബിൾ അതിൽ താഴത്തേക്ക് ഇടിഞ്ഞു പോകാതെ താങ്ങി നിർത്താനായിട്ടുള്ളൊരു പീസ് തടി വെച്ച് സ്ക്രൂ ചെയ്യുകയാണ്. അത്യാവശ്യം വീതിയുള്ളൊരു പീസ് എടുത്ത് ആ കൈയുടെ താഴത്തേക്ക് വെച്ച് സ്ക്രൂ ചെയ്തു. വേറൊരു വെറൈറ്റി ഐറ്റത്തിൻ്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് കേട്ടോ. ഇന്നത് ചെയ്യണമെന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കുറച്ച് ചെയ്ത് വെച്ചു, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ അത് കുറച്ച് കൂടുതൽ സമയം എടുത്ത് ചെയ്യുന്നൊരു ഐറ്റമാണ്. അത് ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്തൊരു വെറൈറ്റി സാധനമാണ്. അത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അടുത്ത ആഴ്ച കാണാൻ പറ്റും. ഇതപ്പോൾ അങ്ങനെ കുറച്ച് പോളിഷ് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നത് അതും കൂടി എടുത്തങ്ങ് കുറച്ച് തുണിയിൽ മുക്കി തൂത്ത്. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ തടിയുടെ ഒരു ഭാഗം ചെറിയൊരു പാടുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അതുപോലെ വേറെ തടി ഇവിടെ കിടപ്പില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ പറ്റിയതാണ്. ഒരു സൈഡിൽ ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് പോലെ. എന്തായാലും വർക്ക് കഴിഞ്ഞു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുതിയൊരു ഐറ്റം. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കട്ടറിൻ്റെ ബ്ലേഡ് ഒടിഞ്ഞു പോയി. അത് കാരണം പൂർത്തിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എന്തായാലും അടുത്ത ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന്. ഇത് വെറുതെ ഷോയ്ക്ക് വേണ്ടി മാത്രമല്ല, ഒരു ഉപയോഗം കൂടി ഉള്ളതാണ്.